നമ്മുടെ ലക്ഷ്യം തെറ്റരുത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറരുത്. നമ്മുടെ കാഴ്ചപ്പാടുകളെ മങ്ങിക്കാൻ നോക്കുന്ന ഒരു ലോകമായത്. എന്നാൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കാഴ്ചയാലേ അല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. നീ കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും നിനക്ക് ചുറ്റുമുള്ളത് നിന്നെ തളർത്തും, നിന്നെ ക്ഷീണിപ്പിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന, വിടിവിക്കുന്ന ഒരു ദൈവ ശബ്ദം എനിക്ക് വേണ്ടിയുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രതികൂലം നിൽക്കുന്നത് താൽക്കാലികമാണ്, എന്നാൽ അനുകൂലമായി നിൽക്കുന്ന ദൈവം എന്നും കൂടെ നിൽക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ നിന്റെ പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റി തരുവാൻ എന്റെ യേശു മതിയായ ദൈവമാണ്. അവൻ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഈവൻ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരെ നിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ളത് അതൊരു യാഥാർത്ഥ്യമായിരിക്കാം, ഒരു റിയാലിറ്റി ആയിരിക്കാം. എന്നാൽ റിയാലിറ്റിക്ക് അപ്പുറത്തൊരു ട്രൂത്ത് ഉണ്ട്, ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. TMC വെല്ലൂർ പറഞ്ഞത് കറക്റ്റാണ്, അത് യാഥാർത്ഥ്യമാണ്. 7x7x4 mm വലിപ്പമുള്ള പിറ്റ്യൂട്ടറി ട്യൂമർ. പക്ഷേ എന്റെ ദൈവം പറഞ്ഞു, അത് നിന്റെ തലയ്ക്കകത്ത് ഇരിക്കത്തില്ല, നിന്റെ ബ്രെയിനകത്ത് ഇരിക്കത്തില്ല. സർജറി കൂടാതെ ഞാൻ അതിനെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞാൽ അതുപോലെ മാറ്റി തന്ന ഒരു ദൈവമുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെങ്കിൽ ഈ 30ാമത്തെ വർഷത്തിലും ആരോഗ്യത്തോടെ നിൽപ്പാൻ ഇടയായി തീർന്നത് എന്നെ കരയിപ്പിച്ച വിഷയത്തെ, എന്റെ കുടുംബത്തെ കരയിപ്പിച്ച വിഷയത്തെ, സഭയെ വിഷമിപ്പിച്ച വിഷയത്തെ സന്തോഷിക്കുന്ന വിഷയമാക്കി മാറ്റിയ ഒരു യേശു ഉണ്ട്.